ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് പ്രകാരം ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരു റീയൂണിയൻ എനർജിയാണ് കാണുന്നത്. അതായത് റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതായത് മേ ബി നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ഭൂരിഭാഗം പേരും ഒരു നോക്കോണ്ട സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പാസ്റ്റ് എനർജിയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ ഒരു നല്ല നല്ല സമയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല സമയങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ, അപ്പം അതെല്ലാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി തിരികെ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് കഴിയും. അപ്പം ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ എനർജി പറയുകയാണെങ്കിൽ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ അങ്ങനെ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിയാൽ നിങ്ങളെ ചതിക്കപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തി. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ റിമൂവ് ചെയ്ത് അവർ ഇപ്പോൾ ഒരു ഹീലിംഗ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ചില വ്യക്തികൾ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം അതെല്ലാം വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ അതിനെയെല്ലാം ഈ ഒരു വ്യക്തി അകറ്റി നിർത്തി ഈ ഒരു വ്യക്തിയാൽ തന്നെ ഒരു ഹീലിംഗ് ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചറിവുകൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം ഒരുപാട് തിരിച്ചറിവുകൾ വന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്ന 6 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുമായിട്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർ ഒരു ക്ലാരിറ്റിയും തരാതെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു പല വ്യക്തികൾ നിങ്ങളെ തമ്മിൽ അകറ്റി മാറ്റിയിട്ടും ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കുകയില്ല ഇപ്പോഴത്തെ ഈ ഒരു അകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. മറ്റു പല വ്യക്തികളും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും പറയാനായിട്ട് കഴിയും. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ എന്നുള്ളത് കണക്ട് ചെയ്തെടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇടയിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഈ ഒരു റിലേഷൻഷിപ്പ് വിജയത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇവിടെ ടവർ കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിനോടകം തന്നെ വലിയ വലിയ തിരിച്ചടികൾ കിട്ടിയതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഈ ഒരു വ്യക്തി വിശ്വസിച്ചവർ തന്നെ ഈ ഒരു വ്യക്തിക്ക് പണി കൊടുത്തതായിരിക്കാം,
എന്തായാലും അവരുടെ ലൈഫിൽ വലിയൊരു തകർച്ച നേരിട്ടതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ ഇതിനോടകം തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് പറയാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടുള്ള അവരുടെ ആ ഒരു മനോഭാവത്തിൽ ഇത്രയധികം ചേഞ്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവരായിട്ട് തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് വരണമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ഭയം നേരിടുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. കാരണം പാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെയും അതെല്ലാം ആവർത്തിക്കുമോ എന്നുള്ളത് ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ. ഒരുപക്ഷെ നിങ്ങളിടയിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങൾക്ക് ഇവരായിട്ട് തന്നെ ഒരുപാട് കാരണമായിട്ടുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇനിയും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത് ഈ ഒരു വ്യക്തിയെ നല്ലതായിട്ട് അലട്ടുന്നതായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നു. അപ്പം അതെല്ലാം ആലോചിച്ച് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. വളരെയധികം മാനസിക വിഷമത്തിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാകാം എന്നുള്ളത് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു വിരഹം ആ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ അന്ന് അനുഭവിച്ച ആ ഒരു സെയിം വേദന ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഹൃദയവേദന, 3 വാളുകൾ കുത്തിയിറക്കിയാൽ എത്ര വേദനിക്കും, ആ ഒരു വേദനയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വേദന നിങ്ങൾ ഇതിനോടകം തന്നെ ഫേസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. അപ്പം അന്ന് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വേദന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ആ ഒരു വ്യക്തി ആ ഒരു വേദന ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം എന്തായാലും വളരെയധികം വിരഹദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ആ ഓർമ്മകളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ഓർത്ത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള വേദന ഉള്ളതായിട്ടും കാണാനായിട്ട് കഴിയുന്നു. എന്തായാലും ഇവിടെ സൺ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വളർച്ച തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം സൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡിൽ ഒരു സൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവാണ്. അപ്പം നിങ്ങളുടെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം റിമൂവ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട്, നഷ്ടബോധമുണ്ട്. അതായത് നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കി എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ ഒരു നഷ്ടത്തിൽ നിന്ന് ഇതുവരെയും ആ ഒരു വ്യക്തിക്ക് കരകയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു പേഴ്സണെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം, പശ്ചാത്താപം ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണാനായിട്ട് കഴിയും. അവർ തീർത്തും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോ എനർജിയിലാണ് അവരിപ്പോൾ. ഒരു ലോ എനർജിയിൽ നിൽക്കുമ്പോഴും അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു കാര്യത്തെ പറ്റിയും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലായിരുന്നു. കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ സ്നേഹമാണെങ്കിലും സമയമാണെങ്കിലും എനർജി ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ അന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാതെ പോയിട്ടും ഉണ്ടായിരിക്കാം.
പക്ഷേ ഇന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രയാണോ ഈ ഒരു പേഴ്സണ് സ്നേഹവും കരുതലും അതുപോലെ തന്നെ അവരുടെ സമയവും എല്ലാം കൊടുത്തത്, അതെല്ലാം നിങ്ങൾക്ക് തുല്യ അളവിൽ വീതിച്ച് നൽകണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു സക്സസ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ആ ഒരു പേഴ്സണ് ഉത്തരമില്ല. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ കടന്നു പോയത്. പക്ഷേ അതെല്ലാം ആലോചിച്ച് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവർ കമൻറ്റ് വഴി അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.